ഈ സംഗീതം വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീമുകളാണ്. തലയ്ക്ക് പിടിച്ച ഇമാരി സാധനങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് പറയാൻ വലിയ പാടാ കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇവരുടെ കൂടെ കൂടിയിട്ട് കുറച്ചായെന്നാ കേട്ട. ഇവരുടെ ഇടയിലൊരുത്തിയുണ്ട്. ഓ, അതാണ് മരുന്ന്. എന്താ പിന്നെ അറസ്റ്റ് ചെയ്യാത്തെ? അതാണ് ഈ നാട്ടിലെ നിയമത്തിന്റെ കുഴപ്പം. പിന്നെ ഇവന്മാരെ കൊന്നു തള്ളുന്നൊന്നും സാധാരണക്കാരെ അല്ല. ഇവന്മാര് ബാൻഡ് പരിപാടി നടത്തുന്ന സ്ഥലത്ത് അതേ ദിവസം ഒരാൾ ചത്തിരിക്കും. ഈ ചാകുന്നവന്മാരൊക്കെ ജനങ്ങളെ ദ്രോഹിക്കുന്നവരായതുകൊണ്ട് ആരും ഇവന്മാർക്കെതിരെ സാക്ഷിയും പറയില്ല. അതുകൊണ്ടെന്താ ഇവന്മാരായത് ചെയ്യുന്നെന്നുള്ളതിന് വ്യക്തമായ തെളിവ് പോലീസിന്റെ കയ്യിലില്ല. ഇപ്പൊ ഇവന്മാരെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത് എന്തിനാന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അവന്റെ അമ്മയുടെ ബാൻഡ് തീർക്കണ ശശി, നമുക്ക് അവരെ കാശത്രയാണെങ്കിലും ഞാനറിയാം. ഇതൊക്കെ ആ പോലീസാ. ഇതിലും വലിയ വിപ്ലവങ്ങൾ നമ്മൾ കുഴിച്ചു മൂടിയിട്ടുണ്ട്. പിന്നെ ഇത് അങ്ങ് ഡൽഹി നടന്ന പോലെ കൂട്ടത്തിൽ ആ പെണ്ണിനെ നമ്മുടെ ബാസ്റ്റിനെയും പിള്ളേരെ ഇറക്കി അങ്ങ് ചാമ്പിക്കും. പറന്ന് അവന്മാരാണെ പരോളിൽ ഇറങ്ങിയിട്ട് ഒരു പണിയില്ലാതെ ചുമ്മാ അവിടെ ഇരിക്കുക. പെണ്ണിനെ തൊട്ട യുവന്മാര് വെറുതെ ഇരിക്കൂ. ഒന്നുകിൽ നമ്മുടെ പിള്ളേര് തീർക്കും, അല്ലെങ്കിൽ എൻകൗണ്ടറിൽ തീരും. നാളെ വെള്ളെ പൊതിഞ്ഞ ചെക്കന്റെ മുഖം കാണുന്നത് ഒരു സുഖമല്ലേ? ഒന്ന് ഓർത്തു നോക്കണ്ട സാറേ. സാറേ, ഞാൻ ഈ ബൈക്കൊക്കെ ഒന്ന് മാറ്റി ദേ അതുപോലെ ഒരെണ്ണം ആക്കിയാലോന്നൊരു പ്ലാനൊക്കെ ഉണ്ട്. എന്നാ ശരി. ഫോൺ വിളിച്ചിട്ടൊന്നും എന്നെ കിട്ടണില്ലല്ലോ. കാണണമെങ്കിൽ കാറും പിടിച്ചിട്ട് നമ്മൾ ഇവിടം വരെ വരണല്ലേ? ഇസ്മാജി, അത് വിട്. നമ്മുടെ പൈസ പോയ വഴി കാണുന്നില്ലല്ലോ എൻ്റെ സതീശ. അല്ല ഇസ്മാജി, അത് പോകുന്നുമില്ല. ഈ പോലീസുകാർ നമ്മുടെ പുറകെ ആയതുകൊണ്ട് ഡീലൊന്ന് ചവിട്ടാൻ പറഞ്ഞതാ. നമ്മളും ചോറന്നെ തിന്നണ സതീശേ. ഈ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഇല്ല ഇസ്മാജി, നമ്മൾ എത്ര കാലം ഒരുമിച്ച് ഡീൽ നടത്താൻ തുടങ്ങിയിട്ട് ഇന്നേ വരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ആണ്ട് മാത്രമാണ് എന്നെ ഇത്രയും വിട്ടത്. ഇയാളെ കോയാക്കണ ഈ പരിപാടി ഉണ്ടല്ലോ, അത് നമ്മുടെ അടുത്ത് വേണ്ടാട്ടാ. നമ്മൾ ചെയ്യണ ഇടപാടിൻ്റെ നേരും നെറി എന്താണെന്ന് എനക്കറിയില്ലേ. അത് തെറ്റിയാൽ എന്താ ചെയ്യേണ്ടതെന്ന് ഈ എന്നെ പലർക്കും കാണിച്ചു കൊടുത്തിട്ടുള്ളതല്ലേ. എൻ്റെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ അതൊക്കെ എന്നോടും ചെയ്യേണ്ടി വരും. ഇസ്മാജി, ഞാൻ ഈ ഒറ്റയ്ക്ക് നടത്തുന്ന ആ ജലാറ്റിൻ കമ്പനീൻ്റെ ഡീലുണ്ടല്ലോ, അതിലേക്കൊന്നും എൻ്റെ പൈസ മറന്നില്ലല്ലോ. ഏയ്, അങ്ങനൊന്നുമില്ല. നമ്മൾ നാളെ വൈകിട്ട് വരെ കാക്കും. അതിൻ്റെ ഉള്ളിൽ എൻ്റെ പൈസ എത്തേണ്ടോടത്തെത്തും. ദേ ഹലോ ശശി, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ഓട്ടോയിൽ ഇടക്കൊണ്ടെന്നാക്കി. അപ്പം നല്ല ഫിറ്റായിരുന്നാ ഓൻ പറഞ്ഞ.
ഭാര്യയും മക്കളായിട്ട് തെറ്റിയിട്ട് ഒറ്റയ്ക്കല്ലേ മൂപ്പരോട് താമസിക്കുന്നത്. എന്തൊക്കെയോ മോശപ്പെട്ട കൂട്ടുകെട്ടുകൾ മൂപ്പർക്ക് ഉണ്ടായിരുന്നെന്ന് കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ട് അതിൽ? ഉണ്ടെന്ന് തോന്നുന്നു, ഒന്നും വ്യക്തമല്ല. ഞാൻ ശശിധരൻ, വയസ്സ് 43. ഒരു നല്ല പോലീസുകാരനായോ ഒരു നല്ല ഭർത്താവായോ അച്ഛനായോ എനിക്ക് ജീവിക്കാനായില്ല. ഈ നാട്ടിൽ നടന്ന പല കൊള്ളരുതാത്ത കാര്യങ്ങൾക്ക് പിന്നിലും ശശിധരൻ എന്ന പോലീസുകാരന്റെ വഴിവിട്ട സഹായമുണ്ട്. എന്നെ പോലുള്ള പോലീസുകാർ ജീവിച്ചിരിക്കാൻ പാടില്ല. എന്റെ മരണത്തിന് കാരണം ഞാൻ മാത്രമാണ്. ഞാൻ സതീഷ്. നല്ല ജോലി, കുടുംബം, സന്തോഷം. പക്ഷേ ഇത് മാത്രമല്ല ഞാൻ. കുഴൽപ്പണം, റിയൽ എസ്റ്റേറ്റ്, ഈ നാട്ടിലെ സകല ക്രൈമിൻ്റെയും പിന്നിൽ എൻ്റെയും കൈയുണ്ട്. എന്നെ സ്നേഹിച്ച വീടിനെയും ഈ നാടിനെയും ഞാൻ ചതിക്കുകയായിരുന്നു. എനിക്കതിൽ കുറ്റബോധമുണ്ട്. ഞാൻ മരിക്കേണ്ടവനാണ്. എൻ്റെ മരണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്. എനിക്ക് മാത്രം. എൻ്റെ സ്വന്തം. கண் ஏதாவது என் பக்கம் திரும்பிச்சுன்னா நான் உன்னை சுட்டுருவேன். ഞാനിവരെ അളിയനൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നാ. വല്ല ലോൺ വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ടേ. ഹായ് ചേച്ചി. ഹായ്. നമസ്കാരം. സതീഷേട്ടൻ എപ്പോ എത്തി? ബാങ്കിൽ പോണില്ലേ ഇന്ന്? ഞാൻ അച്ഛൻ്റെ കൂടെ ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോയതാ. പെട്ടെന്ന് റെഡി ആയിക്കോ, ഞാൻ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേക്കാം.